നമസ്കാരം. ഇറാനിലെ മതഭരണകൂടത്തിനെതിരായുള്ള ജനങ്ങളുടെ ജനകീയ മുന്നേറ്റം അതിപ്പോൾ ഏതാണ്ട് കുറഞ്ഞ മട്ടാണ് ഇപ്പോൾ കാണിക്കുന്നത്. കാരണം അമേരിക്ക ഇറാനെ ആക്രമിക്കുന്നതിൽ നിന്ന് പിന്മാറിയതോടുകൂടി പ്രക്ഷോഭരെ സംബന്ധിച്ചിടത്തോളം ഇനി അവർക്ക് സഹായകരമായി പ്രവർത്തിക്കാൻ ആരും തന്നെ ഇല്ല എന്നുള്ളൊരവസ്ഥയാണ് അവിടെ ഉള്ളത്. ഈ ഒരു സാഹചര്യത്തിലാണ് അവിടെ കഴിഞ്ഞ ദിവസം ഒരു പ്രക്ഷോഭകനെ തൂക്കിക്കൊല്ലാൻ വിധിച്ചതുമായി ബന്ധപ്പെട്ട വാർത്തകൾ പുറത്തു വന്നത്. ഇർഫാൻ സോൾട്ടാനി എന്ന 26-കാരനായ ഒരു ചെറിയ കടവുടമസ്ഥനാണ് ഈ ചെറുപ്പക്കാരൻ. ഇയാളും പ്രക്ഷോഭത്തിൽ സജീവമായി പങ്കെടുത്തിരുന്നു. സോൾട്ടാനിയെ പിടികൂടിയ അവിടുത്തെ അധികൃതർ ഇയാളെ നിമിഷ നേരങ്ങൾ കൊണ്ട് തൂക്കിക്കൊല്ലാൻ വിധിക്കുകയായിരുന്നു. മാത്രമല്ല, കഴിഞ്ഞ ബുധനാഴ്ച ഇയാളെ പരസ്യമായി തൂക്കിലേറ്റും എന്നാണ് പ്രഖ്യാപിച്ചിരുന്നത്. അതിനിടയിലാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ ശക്തമായ ഇടപെടലുണ്ടായത്. സോൾട്ടാനിയെ തൂക്കിലേറ്റിയാൽ ഇറാൻ ഗുരുതരമായ പ്രത്യാഘാതം നേരിടേണ്ടി വരുമെന്നും ഇറാൻ ആക്രമണത്തെ നേരിടേണ്ടി വരുമെന്നുമൊക്കെ തന്നെയാണ് ട്രംപ് അന്ന് മുന്നറിയിപ്പ് നൽകി. ഏതായാലും തൽക്കാലത്തേക്ക് സോൾട്ടാനിയെ വധിക്കാനുള്ള തീരുമാനം ഇറാൻ അധികൃതർ പിൻവലിക്കുകയായിരുന്നു. എന്നാൽ ഇത് നീട്ടിവയ്ക്കുക മാത്രമാണ് ചെയ്തത് എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ഏത് നിമിഷം വേണമെങ്കിലും സോൾട്ടാനിയെ ഇവർ തൂക്കിക്കൊല്ലാം എന്നാണ് അവിടുത്തെ മനുഷ്യാവകാശ സംഘടനകൾ പറയുന്നത്. തീരുമാനം പിൻവലിച്ചതല്ല, നീട്ടിവെച്ചതാണ് എന്നുള്ളതാണ് ഇതിൻ്റെ പരമാർത്ഥം. സോൾട്ടാനി എന്താണ് ചെയ്തത് എന്നുള്ളതിനെക്കുറിച്ച് ഇപ്പോഴും വ്യക്തമല്ല. നിരവധി പ്രക്ഷോഭകരിൽ ഒരാൾ മാത്രമായിരുന്നു സോൾട്ടാനി. മാത്രമല്ല, ഇയാൾ ഇപ്പോൾ ഒരു ജയിലിലാണ് കഴിയുന്നത്. ഭീകരമായ മർദ്ദനങ്ങൾക്കും ക്രൂരപ്രവർത്തികൾക്കും പേര് കേട്ട കുപ്രസിദ്ധി ആർജിച്ച ഒരു ജയിലിലാണ് ഇപ്പോൾ കഴിയുന്നത്. അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ സോൾട്ടാനിയെ ക്രൂരമായി ഇവർ മർദ്ദിക്കാനും പീഡിപ്പിക്കാനുമൊക്കെ സാധ്യതയുണ്ട് എന്നാണ് മനുഷ്യാവകാശ പ്രവർത്തകർ മുന്നറിയിപ്പ് നൽകുന്നത്. സോൾട്ടാനിയുടെ കുടുംബാംഗങ്ങളും ഇപ്പോൾ ഇക്കാര്യം മനുഷ്യാവകാശ സംഘടനകളെ അറിയിച്ചിരിക്കുകയാണ്. ഇറാനെ സംബന്ധിച്ചിടത്തോളം ലോകത്തെ ഏറ്റവും അധികം വധശിക്ഷകൾ നടക്കുന്ന രാജ്യങ്ങളിലൊന്നാണ് അവിടെ. മിക്ക രാജ്യങ്ങളിലും തൂക്കമരത്തിലാണ് ആളുകളെ വധശിക്ഷയ്ക്ക് വിധേയരാക്കുന്നത് എങ്കിൽ ഇവിടെ ക്രേനുകളിൽ കെട്ടിത്തൂക്കിയാണ് ആളുകളെ കൊല്ലുന്നത്. ഏതാണ്ട് 20 മിനിറ്റോളം സമയമെടുത്താണ് ഓരോ മനുഷ്യരെയും ഇത്തരത്തിൽ ക്രൂരമായി വേദനിപ്പിച്ച് കൊല്ലുന്നത്. അപ്പോൾ ഈ ഒരു അവസ്ഥ സോൾട്ടാനിക്ക് ഉണ്ടാകുമോ എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾ ഭയപ്പെടുന്നത്. മാത്രമല്ല, കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന പ്രക്ഷോഭങ്ങളിൽ പങ്കെടുത്ത ഒരു 40-കാരി ഈ സൈനികരുടെയും പോലീസിൻ്റെയൊക്കെ തന്നെ മർദ്ദനത്തെ തുടർന്ന് കൊല്ലപ്പെട്ടു എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ സൂചിപ്പിക്കുന്നത്. ഇവരുടെ മൃതദേഹം പോലും തിരിച്ചറിയാൻ കഴിയാത്ത വിധം വികൃതമായി പോയിട്ടുണ്ട്. അത്രയും ഭീകരമായ രീതിയിലുള്ള മർദ്ദനമാണ് ഇവർക്ക് ഏറ്റിരിക്കുന്നത് എന്നാണ് പറയപ്പെടുന്നത്. ഏതായാലും ഇവിടെ ഉയരുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യം ഡൊണാൾഡ് ട്രംപ് ഇറാൻകാരെ പറ്റിച്ചോ എന്നുള്ളത് തന്നെയാണ്. കാരണം ഡൊണാൾഡ് ട്രംപ് എല്ലാ വിധത്തിലുള്ള പിന്തുണയാണ് ഈ പ്രക്ഷോഭത്തിന് പ്രഖ്യാപിച്ചിരുന്നത്. മാത്രമല്ല, ഏത് നിമിഷം വേണമെങ്കിലും അമേരിക്കൻ സൈന്യം ഇറാനിലേക്ക് എത്തുമെന്നും അവിടെ ഈ മത ഭരണകൂടത്തെ പിടിച്ചു കെട്ടുമെന്നുമൊക്കെ ആളുകൾ കരുതിയിരുന്നു. ആ ഒരു ബലത്തിൽ കൂടിയാണ് പലരും ഈ പ്രക്ഷോഭത്തിനായി രംഗത്തിറങ്ങിയത്. പക്ഷേ അവസാന നിമിഷം ഒരുപക്ഷെ ഗൾഫ് രാജ്യങ്ങളുടെ സമ്മർദ്ദമാണോ അതോ ഇസ്രായേൽ നിർബന്ധിച്ചുകൊണ്ടാണോ എന്നുള്ളത് ഇനിയും വ്യക്തമല്ല. ഡൊണാൾഡ് ട്രംപ് ഇറാൻ ആക്രമിക്കുന്നതിൽ നിന്ന് താൽക്കാലികമായി പിന്മാറുകയായിരുന്നു. ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ വളരെ കർശനമായ നടപടികളായിരിക്കും ഇവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുക എന്നാണ് പറയപ്പെടുന്നത്. ആയിരക്കണക്കിന് ആളുകളാണ് കൊല്ലപ്പെട്ടത്. അത് ഏതാണ്ട് 3000-ഓളം പേർ കൊല്ലപ്പെട്ടു എന്ന് പറയുമ്പോഴും 12,000 പേർ കൊല്ലപ്പെട്ടു എന്നാണ് പറയപ്പെടുന്നത്. ആയിരക്കണക്കിന് ആളുകൾ ഇപ്പോഴും വിവിധ ജയിലുകളിൽ കഴിയുകയാണ്. ഈ ജയിലുകളിൽ കഴിയുന്നതിൽ പലരെയും അധികൃതർ വധശിക്ഷയ്ക്ക് വിധേയരാക്കാൻ സാധ്യതയുണ്ട് എന്നാണ് പല മനുഷ്യാവകാശ സംഘടനകളും പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ അന്താരാഷ്ട്ര ശ്രദ്ധ അടിയന്തരമായി വേണം എന്നാണ് അവർ ആവശ്യപ്പെടുന്നത്. സോൾട്ടാനിയും ഏത് നിമിഷം വേണമെങ്കിലും തൂക്കിലേറ്റപ്പെടാൻ തന്നെയാണ്. ഇറാനെ സംബന്ധിച്ചിടത്തോളം അമേരിക്ക അവരെ ആക്രമിക്കുകയില്ല എന്ന് ഉറപ്പായതോടുകൂടി ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ ഈ പ്രക്ഷോഭങ്ങളിൽ പങ്കെടുത്തവരെ വളരെ ക്രൂരമായും മൃഗീയമായും കൈകാര്യം ചെയ്യാനുള്ള നീക്കങ്ങളായിരിക്കും അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുക എന്നുള്ള കാര്യം ഉറപ്പാണ്. തങ്ങൾക്കെതിരെ വരുന്ന ഏത് ശബ്ദത്തെയും ക്രൂരമായി അടിച്ചമർത്തുന്നത് തന്നെയാണ് ഇറാൻ സർക്കാരിൻ്റെ സ്ഥിരം രീതി.